ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര അയർലൻഡിലെ കോർക്ക് എന്ന കൗണ്ടിയിലുള്ള ഫോർട്ട് വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ്. അവരുടെ ടിക്കറ്റ്സ് ഒക്കെ ഓൺലൈനായിട്ടോ നേരിട്ടോ എടുക്കാൻ പറ്റും. ഏകദേശം 100 ഏക്കർ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് പ്രകൃതിയെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പും ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട്. അവിടെ നിന്ന് മുമ്പോട്ട് നമുക്ക് നടക്കാനായിട്ടുള്ളൊരു പാസേജ് ഉണ്ട്. നടന്നു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ലാൻഡ് ആനിമൽ എന്ന് പറയപ്പെടുന്ന ചീറ്റപ്പുലിയെയാണ്. പിന്നെ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ കാട്ടുപോത്തിന്റെ വംശജനായ യൂറോപ്യൻ ബൈസനെ കണ്ടു. യൂറോപ്യൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ സസ്തനിയാണ് യൂറോപ്യൻ ബൈസൺ എന്ന് പറയപ്പെടുന്നു. 2.7 മീറ്റർ വരെ ഉയരവും 900 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ട്. അവയോടൊപ്പം തന്നെ റെഡ് ലെച്ച്വേ ഇനത്തിലുള്ള മാനുകളെയും കണ്ടു. ഈ റെഡ് ലെച്ച്വേ കൂടുതലായിട്ടും സൗത്ത് ആഫ്രിക്കയിലാണ് കാണുന്നത്. പാർക്കിൽ അവിടെ അവിടെയായിട്ട് ഓടി നടക്കുന്ന കാഴ്ചയിൽ കാങ്കരൂനെ പോലെ തോന്നുന്ന കൂടുതലും ഓസ്ട്രേലിയയിലും ടാസ്മാനിയയിലും കാണപ്പെടുന്ന ബെന്നറ്റ്സ് വല്ലവി എന്ന ജീവിയെ കണ്ടു. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് നടന്നപ്പോൾ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ഏഷ്യൻ സാങ്ച്വറി എന്നൊരു ബോർഡ് കണ്ടു. അവിടെ ഏഷ്യൻ വംശജരായ മൃഗങ്ങളാണ് ഉള്ളത്. ഏഷ്യൻ സാങ്ച്വറിയിൽ ആദ്യം കണ്ടത് ഗുജറാത്തിലെ ഗീർ നാഷണൽ പാർക്കിൽ നിന്നും രാജസ്ഥാനിലെ രന്തംബോർ ടൈഗർ റിസർവിൽ നിന്നും മധ്യപ്രദേശിലെ കുനോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നുമുള്ള സിംഹങ്ങളെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് സിംഹങ്ങളെ ഇത്ര അടുത്ത് കാണുന്നത്. യാലി എന്ന ഒരു ആൺ സിംഹവും ആര്യ, ഗീത എന്നീ 3 പെൺസിംഹങ്ങളും ആര്യയുടെ 3 ആൺകുഞ്ഞുങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വൃത്തിയാണ്. ഒരു മോശം സ്മെല്ലോ ശുചിത്വമില്ലായ്മയോ കാണാൻ കഴിയില്ല. അത്രമാത്രം ശ്രദ്ധയോടെയാണ് അവർ ഈ പാർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഏരിയയാണ്. അവയ്ക്ക് സ്വൈരവിഹാരം നടത്താനായിട്ട് ആവശ്യത്തിനുള്ള സ്ഥലം അവർ നൽകിയിട്ടുണ്ട്. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെതായ സെപ്പറേറ്റ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അല്പം മുമ്പോട്ട് നടന്നിട്ട് താഴേക്ക് നോക്കിയാൽ റൈനോസിനെ കാണാൻ പറ്റും. ഇന്ത്യൻ റൈനോസ് ആയ ഇവയ്ക്ക് 1.8 മീറ്റർ ഉയരവും 3.6 മീറ്റർ നീളവും ഏകദേശം 1800 കിലോ ഭാരവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. തൊട്ടപ്പുറത്ത് ഒരു ചില്ലുകൂടുണ്ട്. അതിലൂടെ നോക്കിയാൽ വനം പോലെ വലിയൊരു ഏരിയ കാണാൻ പറ്റും. അവിടെ കുറച്ച് ദൂരെയായിട്ട് ദുർഗ എന്ന പേരുള്ള ഒരു കടുവേനെ കണ്ടു. അതിനടുത്തായി ഒരു ചെറിയ കോഫി ഷോപ്പും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ എന്തെങ്കിലും നിലത്ത് വീഴുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന കുറെ മയിലുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള വഴിയുടെ ഒരു വശത്ത് റെഡ് പാണ്ടയെ മരത്തിനുള്ളിലൂടെ ഒരു നിഴല് പോലെ ഞങ്ങൾ കണ്ടു. മറുവശത്ത് ഫിലിപ്പീൻസിൽ കാണപ്പെടുന്ന വിസായൻ ഡിയർ ഉണ്ടായിരുന്നു. ആ വഴി ചെന്നെത്തുന്നിടത്ത് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിൽ താറാവിനത്തിൽപ്പെട്ട മഡഗാസ്കർ പൊക്കാഡ്, മല്ലാഡ് എന്നീ പക്ഷികളെയും അവിടെ തന്നെ കാക്കകളെയും പലതരം കൊക്കുകളെയും കാണാം. ആ ദ്വീപിലാകെ പല ഇനത്തിലുള്ള കുരങ്ങുകളാണ് താമസിക്കുന്നത്. അതിനോട് ചുറ്റുവട്ടത്ത് ഒരു ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ നടന്നു പോകുന്നത് കണ്ടു. ഇവിടുത്തെ ആളുകൾ ഈ പക്ഷികളെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഈ പക്ഷികൾക്കൊക്കെ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടി മാറിപ്പോവാൻ തോന്നാത്തത്. വംശനാശ ഭീഷണി നേരിടുന്ന വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്കയിലെ ഘാനയിൽ മാത്രം കൂടുതലായിട്ട് കാണപ്പെടുന്ന റോളോവേ എന്ന മങ്കിയാണ്. കറുത്ത ശരീരവും തള്ളവിരലില്ലാത്ത കൈകളും നീണ്ട കൈകാലുകളുമുള്ള ഇവ കൊളംബിയൻ സ്പൈഡർ മങ്കിയാണ്. വരണ്ട വനങ്ങളിലും ഈർപ്പമുള്ള വനങ്ങളിലും മേഘക്കാടുകളിലും അധിവസിക്കുന്ന ഇവര് കൂടുതലായിട്ടും ഭക്ഷിക്കുന്നത് പഴങ്ങളാണ്. ഇവരുടെ ശരാശരി ആയുസ് 24 വർഷമാണ്. ഓയിസ്റ്റർ ക്യാച്ചർ എന്ന ഐറിഷ് പക്ഷിയെ മരത്തിന് മുകളിൽ കാണാം. വലിയ ഇരയെ പിടിക്കുന്ന പക്ഷിയാണ് വൈറ്റ് ടെയിൽഡ് സീ ഈഗിൾ എന്നും അറിയപ്പെടുന്നു. 43 മുതൽ 51 ഇഞ്ച് വരെ ഉയരമുള്ള ഒരു വലിയ ഫ്ലമിംഗോ ഇനമാണ് ചിലിയൻ ഫ്ലമിംഗോ. പിന്നെ കണ്ടത് മധ്യ ആഫ്രിക്കയിലെ കാമറൂൺ മുതൽ ഗാബോൺ വരെയുള്ള വനങ്ങളിൽ കാണപ്പെടുന്ന ചാര നിറത്തിലെ കവിൾത്തടങ്ങളുള്ള ഗ്രേ ചീക്ഡ് മാംഗബി എന്ന മങ്കീനെയാണ്. പിന്നെ ലാർജസ്റ്റ് ഓഫ് ഓൾ ലിവിംഗ് ബേർഡ്സ് ആയ ഓസ്ട്രിച്ചിനെ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ എലിയായ കാപ്പിബാര, പിന്നെ പിൻകാലുകളിൽ നിൽക്കുകയും വാലുകൾ കൊണ്ട് ബാലൻസ് ചെയ്യാനും കഴിവുള്ള മീർ കാറ്റിനെ കണ്ടു. ഏറ്റവും ഉയരമുള്ള സസ്തനിയായ ജിറാഫുകളെ കാണാം. ബാരിംഗോ ജിറാഫ് എന്നറിയപ്പെടുന്ന ഇവ എത്യോപ്യ, കെനിയ, ഉഗാണ്ട, സുഡാൻ എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജിറാഫുകളോടൊപ്പം തന്നെ പ്ലെയിൻ സീബ്രകളെയും കാണാൻ കഴിയും. മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് കഴിയും. കിഴക്കൻ ആഫ്രിക്കയിലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന മൃഗമാണ് പ്ലെയിൻ സീബ്ര.
ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ വ്യാപകമായിരുന്ന ഒരു ഓറിക്സ് ഇനമാണ് സ്കിമിറ്റർ ഹോൺഡ് ഓറിക്സ്. കഠിനമായ മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് മാസങ്ങളോ വർഷങ്ങളോ കുടിവെള്ളമില്ലാതെ അതിജീവിക്കാൻ കഴിയും. യാത്രകൾക്ക് ശേഷമുള്ള ഓർമ്മകളിലാണ് ആ യാത്രകൾ ജീവിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അയർലൻഡിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.